ഹേ ഓൾ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഐ സ്ട്രോങ്ലി ബിലീവ് ഇൻ മൈ ഇൻസ്റ്റിങ്സ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് തവണ സൂയിസൈഡ് ചെയ്താലോന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇന്നലെയും കൂടെ വിചാരിച്ചേ ഉള്ളൂ. ലുലുമാളിൽ ചെന്നപ്പം 2ാമത്തെ ഫ്ലോറിൽ നിന്ന് എടുത്ത് ചാടിയാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എൻ്റെ ലൈഫ് ആൽക്കഹോൾ ഉപയോഗിച്ച് ഞാൻ ജീവിതം നശിപ്പിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കൾട്ടിന് പോയിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെ ജീവിതം നശിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ ഞാൻ എത്തിയപ്പം എൻ്റെ മനസ്സിൽ കൂടെ പാസ് ചെയ്തൊരു തോട്ടാണ്, നമ്മൾ ഈ ലോകത്ത് ജനിക്കണമെങ്കിൽ നമ്മൾ മറികടക്കേണ്ടത് 1 കോടി ആൾക്കാരെയാണ്. അത്രയും ലക്കിയാണ്. ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്ത് ഒരിക്കലും ജനിക്കേണ്ടവരല്ല. പക്ഷെ എന്തോ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു പർപ്പസ് അല്ലെങ്കിൽ ഒരു ഗോഡ്സ് ഗ്രേസ് ആവാം നമ്മളെ ഇപ്പോഴും ഈ ഒരു ഭൂമിയിൽ നമ്മളിപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചത്. നമ്മളെപ്പോഴും നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരുമായിട്ടാണ്. അവൻ അതുണ്ടല്ലോ, അവന് കാറുണ്ടല്ലോ, അവന് വീടുണ്ടല്ലോ, അവന് നല്ല ജോലി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവന് ഹീസ് വെൽത്തി, അല്ലെങ്കിൽ ഹീസ് മോർ ഇൻ്റലിജൻറ്റ് ഓർ സ്ട്രോങ്ങർ ദാൻ മീ, അല്ലെങ്കിൽ അവന് നല്ല സോഷ്യൽ സർക്കിൾ ഉണ്ടല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് ഒന്നുമില്ലാത്തവരുമായിട്ടാണ്. നമ്മളെക്കാളും വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മളെ കമ്പയർ ചെയ്യേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പാരാ സ്റ്റേറ്റ് മീറ്റിന് പോയിട്ടുണ്ട്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേറ്റ് മീറ്റിന്. അപ്പോൾ കൈയില്ലാത്ത ആൾക്കാരും കാലില്ലാത്ത ആൾക്കാരും കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരും ഒക്കെ വന്നിട്ട് സ്പോർട്സ് ഇവൻറ്റ്സ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പ്രായത്തിൽ എനിക്ക് പോലും അവരുടെ അത്രയും പെർഫോം ചെയ്യാൻ പറ്റാറില്ലല്ലോ. നമ്മൾ അന്തം വിട്ടു പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരവരുടെ ലൈഫ് ജീവിക്കുന്നത്. അത്രയും അടിച്ച് പൊളിച്ച് അത്രയും ഹാപ്പി ആയിട്ടാണ് അവരുടെ ലൈഫ് അവർ ജീവിക്കുന്നത്. അതൊക്കെ കണ്ടപ്പം ഒന്നും അല്ലാന്ന് ഉള്ളൊരു തോന്നലുണ്ടാവും. നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ ഒരു താങ്ക്ഫുൾനെസ് അല്ലെങ്കിൽ ഒരു ഗോഡിൻ്റെ അടുത്ത് എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. ഈവൻ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ റിലീസ് ചെയ്യുന്ന ആ ഒരു ബ്രീത്ത് എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആവത്തില്ല. നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും നമ്മളുടെ എബിലിറ്റി കൊണ്ടല്ല. ഞാൻ 400 കിലോമീറ്റേഴ്സ് ഒരു എൻഡുറൻസ് ഇവന്റ് ചെയ്തു, ഒരു BRM എന്ന് പറഞ്ഞിട്ട്. അത് 400 കിലോമീറ്റേഴ്സ് വി ഷുഡ് കംപ്ലീറ്റ് ഇൻ 27 hours. ആ ഒരു സമയത്ത് വളരെ സീനിയർ ആയിട്ടുള്ള റൈഡേഴ്സ് പറയും, നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിട്ട് പോയാലും കാര്യമില്ല, നമ്മൾ എത്രത്തോളം കോസ്റ്റ്ലി ആയിട്ടുള്ള സൈക്കിളും ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഒരു 50% ചാൻസ് മാത്രമായിട്ടേ കൗണ്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ അനദർ 50 കംപ്ലീറ്റ്ലി നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെയാണ് നമ്മുടെ ലൈഫും. നമ്മൾ എത്രത്തോളം വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ജീവിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ഈവൻ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സമയത്ത് നാളെ ഈ ലോകത്ത് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല, കിട്ടുന്നില്ല, അതിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യും? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. ദിസ് ഇസ് ലൈഫ്. ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ ടു അതേഴ്സ്. നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്തും ചുറ്റുമുള്ള ആൾക്കാരുടെ അടുത്തും എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. താങ്ക് യു ഓൾ.